ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും SBB 20 വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമുക്ക് കാലത്ത് ചായ കുടിച്ചാലോ? നല്ല വിശപ്പുണ്ട്. കാലത്ത് എഴുന്നേറ്റ് ചായയും റസ്ക്കും കപ്പലണ്ടിയുമാണ് ഞാൻ കഴിക്കുന്നത്. അപ്പം നന്നായി നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. നമുക്കിനി കാലത്തെ പരിപാടികളൊക്കെ തുടങ്ങാം. കാലത്ത് നമുക്ക് നല്ലൊരു ഇരുമ്പും പുളി വെച്ച് ഒരു ചെറിയൊരു കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല കറി ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് കൂട്ടി നമുക്ക് ചോറുണ്ണാം. ഇരുമ്പും പുളിയും സബോളയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളും അതൊന്ന് പരീക്ഷിച്ച് നോക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചോറും കടലക്കറിയും ഇരുമ്പും പുളിക്കറിയും കുറച്ച് തൈരും. എനിക്ക് തൈര് ഒന്നും ചേർക്കാണ്ട് കുറച്ച് തൈര് ഒഴിച്ച് ചോറിൽ കഴിക്കുന്നത് വളരെയധികം ഇഷ്ടമാണ്. നിങ്ങളും അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കൂ. കുറച്ച് തൈര്, അതിലൊന്ന് ഉപ്പോ മുളകോ ഒന്നും ചേർക്കണ്ട. എല്ലാം അത് നല്ലോണം കൂട്ടി നല്ല ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാം. അപ്പോൾ കണ്ട, നമ്മുടെ പൂച്ചക്കുട്ടിയാണിത്. ഇവനാണെങ്കിൽ ആരെ കണ്ടാലും കിടന്ന് മ്യാവും 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമുക്കിന്ന് ഒരു 11 മണിയാവുമ്പോൾ നമുക്ക് ഒരു ചെറിയ ജ്യൂസ് കുടിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഒരു കുറച്ച് മുന്തിരിയും ഒരു ആപ്പിളും അടിച്ച് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ പൊട്ടുകടല കുറച്ചിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ 11 മണിക്ക് ജ്യൂസ് കുടിക്കുന്നത്. പൊട്ടുകടല വെറുതെ മണിയായിട്ട് പറക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞ് ഇനി കുറേ അലക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്തിട്ട് അലക്കിയതൊക്കെ നമ്മൾക്ക് കൊണ്ടുപോയി ഇടാം. കുറേ ഡ്രസ്സുകളുണ്ട്, കുറച്ച് മുഷിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏകദേശം അലക്കി കഴിഞ്ഞു. ഇനി നമുക്കതൊക്കെ കൊണ്ടിടാം. ഇനി നമുക്ക് ഉച്ചക്കേലത്തുള്ള കറിക്കുള്ളത് നമുക്ക് നോക്കാം. ഉച്ചക്കേലേക്കുള്ള നമ്മുടെ കറി എന്ന് പറയുന്നത് പരിപ്പ് കറിയാണ്. പരിപ്പും സബോളയും മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ഒരു ചെറിയ തട്ടിക്കൂട്ട് കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് പപ്പടവും വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണെന്ന് പറയുന്നത് പരിപ്പ് കറിയും പപ്പടവും ചോറും കുറച്ച് തൈരും. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എനിക്ക് എല്ലാത്തിനും തൈര് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി കുറച്ച് നനയ്ക്കാനുണ്ട്. ഭയങ്കര വെയിൽ കാരണം കൊണ്ട് എല്ലാം വാടി കരിഞ്ഞിരിക്കുക. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് നനച്ചൊക്കെ കൊടുക്കാണ്. ഇനി നമുക്ക് 4 മണിക്കത്തുള്ള പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് കപ്പലണ്ടി മിഠായിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കപ്പലണ്ടി മിഠായി, കപ്പലണ്ടി എല്ലാം വറുത്തെടുത്ത് ശർക്കരയൊക്കെ ചൂടാക്കി അതിലേക്ക് കപ്പലണ്ടി എല്ലാം ഇട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ സത്യത്തിൽ അത് ശരിയായില്ല. പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തു നോക്കി. എന്നിട്ട് വാഴയിലൊക്കെ വെച്ച് അതിലൊക്കെ ഇട്ട് ചെയ്ത് നോക്കി. പക്ഷേ ഭയങ്കര മധുരം, തിന്നാനേ പറ്റുന്നില്ല. എന്നാലും ഞങ്ങൾ ചായക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ 4 മണി പലഹാരം സത്യത്തിൽ കൊളായി. എന്നാൽ ഞങ്ങൾ ബാക്കി കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് തീർത്തു. രാത്രിയായി. ഇനി ഞങ്ങൾ ഭക്ഷണം രാത്രിയിലത്തെ കഴിക്കാൻ പോവാണ്. ഭക്ഷണത്തിന് മാങ്ങാ ചമ്മന്തിയും മുട്ട പൊരിച്ചതും കടലക്കറിയും പിന്നെ ഉപ്പേരി കറിയും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ബൈ.